ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിലിയൻസ്. നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിന്റെ ഡേറ്റ് ഒക്കെ അനൗൺസ്ഡ് ആണ്. നമുക്ക് ഇപ്പം എല്ലാവരും ഓൾറെഡി പ്രിപ്പറേഷനിലൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഫൈനൽ റിവിഷനിലായിരിക്കുന്നവർ കാണും. ഡേറ്റ് എന്തായാലും നമുക്ക് വന്നിരിക്കുന്നത് ജാനുവരി 19-നാണ്. അപ്പോൾ ഇനി നമ്മുടെ കയ്യിലുള്ള ഒരു 60 ഡേയ്സ് ആണ് മാക്സിമം. അപ്പം ഈ ഒരു 60 ഡേയ്സിനുള്ളിൽ ഈ ഒരു എക്സാമിന് വേണ്ടി ഇനിയും പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ പോർഷൻസ് എല്ലാം കവർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് കാണും. അപ്പോൾ അവർക്കായിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു PCB AE റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്ക്രൈബ് ചെയ്തൊന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നോർമലി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അത് ഓരോരുത്തരുടെ പ്രിപ്പറേഷൻ ജേർണി, ചിലരിപ്പം അവരുടെ ഏകദേശം ഫിനിഷ് ചെയ്ത സ്റ്റേജിലായിരിക്കാം, ചിലർ മേ ബി ഇനി സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നവരായിരിക്കാം. കാരണം ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട്, ഇനി സ്റ്റാർട്ട് ചെയ്താൽ ഇത് തീരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ടാണ് 60 ഡേയ്സ് പ്ലാൻ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി ഇനി സ്റ്റാർട്ട് ചെയ്തൊരു സ്റ്റേജിൽ എത്തിയവർക്കൊക്കെ ഇനി അങ്ങോട്ടുള്ള ഏതൊക്കെ ദിവസങ്ങളിലുള്ള പ്ലാൻസ് ഒക്കെ അവർക്കും യൂട്ടിലൈസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻ കണ്ടിട്ട് ഇതുപോലെ തന്നെ സ്ട്രക്ചേർഡ് ആയിട്ടും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റീസ് അനുസരിച്ച് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത സബ്ജക്ട്സിൻ്റെ പ്രയോറിറ്റീസ് ഒക്കെ അനുസരിച്ച് നിങ്ങൾക്കിത് മാറ്റി നിങ്ങളുടേതായ രീതിയിൽ കസ്റ്റമൈസും ചെയ്യാം. അപ്പോൾ നമ്മൾ നിങ്ങൾക്കായിട്ടൊരു ഐഡിയ തരുവാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഇത് കസ്റ്റമൈസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തൊക്കെയാണ് ഈ പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ കോർ പ്രയോറിറ്റീസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കോർ പ്രയോറിറ്റീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് ഏതൊക്കെ, ഇപ്പം നിങ്ങൾ സിലബസ് ഓൾറെഡി കണ്ടു കാണും, ഇതിൽ ഏതൊക്കെ പോർഷൻസിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ആ ഓർഡറിൽ തന്നെയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. നമ്മുടെ മൊഡ്യൂൾ 4ഉം 5ഉം മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ, അല്ലെങ്കിൽ അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 60 മാർക്സ് ആണ്. അതായത് 50% കൂടുതൽ മാർക്സ് ഈ 2 മൊഡ്യൂളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതിൽ നമ്മൾ കവർ ചെയ്യേണ്ട ടോപ്പിക്സ് നമ്മുടെ എൻവയോൺമെൻറ്റിലും കെമിക്കലുമാണ് പോർഷൻസ് കവർ ചെയ്യേണ്ട. അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷനിൽ, അതായത് ഈ 60 മാർക്ക് വരുന്ന പോർഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു ഡീപ്പായിട്ടുള്ള കോൺസെപ്ച്വൽ ക്ലിയറൻസും ന്യൂമറിക്കൽ മാസ്റ്ററിയാണ്. അതായത് ഈ ഏരിയാസിൽ നിങ്ങൾ എല്ലാ പോർഷൻസും വളരെ കോറായിട്ടും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് ഈ പോർഷൻസിനെ കുറിച്ച് നല്ലൊരു ഡീപ്പ് ഐഡിയ ഉണ്ടായിരിക്കണം. കാരണം 60 മാർക്ക് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഒരു 100 മാർക്കിൻ്റെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ 60 മാർക്കിന് അത്രയും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾ വളരെ ഡീപ്പായിട്ട് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കിയിരിക്കണം. പ്ലസ് ഇതിൽ നിന്ന് വരാൻ ചാൻസസ് ആയിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുകയും അതിൻ്റെ ഇക്വേഷൻസും അല്ലെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യേണ്ട കണ്ടീഷൻസ് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇനി സെക്കൻഡ് ആയിട്ട് വരുന്നത് നമ്മുടെ 2nd 3rd മൊഡ്യൂൾ. അതിൽ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ടോപ്പിക്സ് ആണ് കവർ ആകുന്നത്. അതിന് വരുന്നത് 30 മാർക്സ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് സ്ട്രാറ്റജിയാണ് ചെയ്യുന്നത്? ഡെയിലി റൊട്ടേഷൻ വിത്ത് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്. അതായത് നമ്മൾ ഓരോ ടോപ്പിക്സ് ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താണ് നമ്മൾ കവർ ചെയ്ത് പോകുന്ന ഓരോ സബ്ജക്ട്സ് ആയിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്താണ്, അവിടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ഇനി 3rd ആണ് ഫസ്റ്റ് മൊഡ്യൂൾ. അതായത് 3rd പ്രയോറിറ്റിയിൽ വരുന്നത് ഫസ്റ്റ് മൊഡ്യൂളാണ്. അവിടെ മാത്തമാറ്റിക്സ് ആണ് വരുന്നത്. എത്ര മാർക്കിനാണ്? നമുക്ക് 10 മാർക്കിനാണ് കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമുക്ക് നോർമലി നമ്മൾ മുന്നേ പഠിക്കുമ്പോൾ തൊട്ടേ നമുക്കറിയാം നമ്മൾ എത്രമാത്രം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഓരോ ചാപ്റ്ററിലും വരുന്ന കാര്യങ്ങളെന്നൊക്കെ നമുക്കറിയാമെങ്കിലും മാത്സ് എന്ന സബ്ജക്റ്റിനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എപ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതായത് നിങ്ങൾ ഡെയിലി ഇപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുക്കുകയാണ്, അത് നിങ്ങൾ ഡെയിലി വർക്കൗട്ട് ചെയ്തും പ്രാക്ടീസ് ചെയ്തും പോയാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് അതൊന്ന് ചെയ്ത് നോക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനൽ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ മാത്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഡെയിലി പ്രാക്ടീസ്, അതും 100% ആക്യുറസിയിൽ തന്നെയായിരിക്കും. നിങ്ങൾ ചെയ്തു പോകുമ്പോൾ തെറ്റ് തന്നെ ചെയ്ത് പഠിച്ചു പോയിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടൊരു കാര്യമില്ല. അപ്പം നിങ്ങൾ ചെയ്യുന്ന പ്രോബ്ലം കറക്റ്റ് ആണോ എന്ന് അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും അത് ഒരു ടാർഗറ്റ് ബേസ് ചെയ്ത് വെച്ച് തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോകാം മാത്സിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇത്രയാണ് നമ്മൾ കോർ പ്രയോറിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. മാർക്കിൻ്റെ ബേസിസിൽ തന്നെ നമ്മളത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് മുന്നിലെത്തിക്കാൻ നോക്കുന്നതെന്നാണ്. 3 ഫേസ് ആയിട്ടാണ് നമ്മൾ ഈ 60 ഡേയ്സിനെ നമ്മൾ തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫേസ് എന്താണ്? ഫൗണ്ടേഷൻ. അതായത് ഡേ 1 to 20 നമ്മൾ ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിലാണ്. അപ്പം അതിൽ എന്തൊക്കെയാണ് വരുന്നതും കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഇനി ഫേസ് 2ലേക്ക് വരുമ്പോൾ എന്താണ്? ഡേ 21 to 45 നമ്മൾ എൻവയോൺമെൻറ്റിലും കെമിക്കലിലെയും കോർ ഏരിയാസ് ആണ് നമ്മൾ അവിടെ കവർ ചെയ്ത് പോകുന്നത്. 3rd ഫേസ് എന്താണ്?
ഫൈനൽ റിവിഷൻ, അതായത് ഡേ 46 to 60 വരെ നമ്മൾ ഫൈനൽ റിവിഷനും മോക്ക് ടെസ്റ്റുമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ 3 ഫേസസിലും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫേസ് ഏതാണെന്ന് ഞാൻ പറയുന്നത് ഫേസ് 3 തന്നെയാണ്. കാരണം നമ്മൾ ഏതൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയാലും നമ്മൾ എത്രമാത്രം പഠിക്കുന്നു, എത്രമാത്രം കോൺസെപ്റ്റുവൽ ക്ലിയറൻസ് നമുക്കുണ്ട്, അതിനെല്ലാം മേളിൽ നിൽക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു റിവിഷൻ ഫേസ് ആണ്. അപ്പോൾ പലരും അവരുടെ പ്രിപ്പറേഷൻ ജേർണിയിൽ വിട്ട് കളയുന്ന ഒരു ഫേസും കൂടിയാണ് റിവിഷൻ ഫേസ് എന്ന് പറയുന്നത്. കാരണം ഏകദേശം എല്ലാം കവർ ചെയ്തിട്ടുണ്ട്, മേ ബി ടൈമിൻ്റെയൊക്കെ ലിമിറ്റേഷൻസ് കൊണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ആ പോർഷൻസ് കവർ ചെയ്യുന്നതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തായാലും റിവിഷന് വേണ്ടി ഒരു ടൈം എപ്പോഴും കൊടുക്കണം. കാരണം നിങ്ങൾ റിവൈസ് ചെയ്താൽ മാത്രമേ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റ്, അതായത് നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടേക്കാണ് മിസ്റ്റേക്സ് വരുന്നത്, ആ ഒരു സെൽഫ് അസസ്മെൻ്റ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന മോക്ക് ടെസ്റ്റിലൂടെയാണ്. അപ്പം ഈ അതായത് ഈ ഫേസ് 3 എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും നിങ്ങളുടെ പ്രിപ്പറേഷൻ ജേർണിയിൽ നിങ്ങൾ റിമൂവ് ആക്കാതെ ചെയ്യേണ്ട ഒരു സ്റ്റേജാണ്. പിന്നെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഫേസ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ ഫൗണ്ടേഷൻ ഫേസിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഫേസ് 1 ഫൗണ്ടേഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എഞ്ചിനീയറിംഗ് മാത്സ് ഉണ്ട്, സിവിലിൻ്റെ ഫണ്ടമെൻ്റൽസ് ഉണ്ട്, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റലിൻ്റെ ബേസിക്സും കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ നമ്മുടെ സിവിൽ ഫണ്ടമെൻ്റൽസും എൻവയോൺമെൻറ്റലും നമ്മൾ ഒരു ഏരിയയിൽ പഠിച്ചുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ ദിവസം തന്നെ മാത്സിൻ്റെ ഒരു ടോപ്പിക്കും കൂടെ ആഡ് ഓൺ ചെയ്താണ് നമ്മൾ ഇത് ഫോർമുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഏതെങ്കിലും തിയറി സബ്ജക്റ്റിലാണ് സിവിലിൻ്റെ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനിടയിൽ നിന്ന് ഒന്ന് ബോറടിയൊക്കെ മാറ്റാനായിട്ട് നിങ്ങൾക്ക് ഈ ന്യൂമറിക്കൽ പ്രോബ്ലംസ് എല്ലാം മാത്സിൻ്റെ ചെയ്ത് പോകാം. അപ്പോൾ ആ രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം ഒരു ബോറില്ലാതെ നിങ്ങൾക്ക് പറ്റുന്ന ഈ എല്ലാ പോർഷൻസും ഈ ഒരു 60 ഡേയ്സിനുള്ളിൽ നമുക്ക് സമയമൊന്നും പാഴാക്കാതെ തന്നെ നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഫൈനൽ പ്രിപ്പറേഷനിലോട്ട് പോകുമ്പോൾ എപ്പോഴും കുറച്ചും കൂടി സ്മാർട്ടായിട്ട് വേണം പ്രിപ്പറേഷൻ ജേർണി കൊണ്ടുപോകാനായിട്ട്. കാരണം നമ്മൾ എല്ലാ ഏരിയാസും എല്ലാം പഠിക്കണം, പക്ഷേ അത് നമുക്ക് കുറച്ച് ടൈം ലാഗൊന്നും വരാതെ എങ്ങനെ നമുക്ക് സ്മാർട്ടായിട്ടും ക്രിയേറ്റീവായിട്ടും പഠിക്കാൻ നോക്കാം. അപ്പോൾ ഈ തിയറി പ്ലസ് ന്യൂമറിക്കൽ ഫോമാറ്റിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് പോർഷൻസ് എല്ലാം കവർ ചെയ്യാനായിട്ട് പറ്റും ടൈം ലാഗ് ഇല്ലാതെ. ഓക്കെ, അപ്പം നമ്മളിവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഡേ 1, 2, 3 നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഡേയിൽ നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്നുള്ള ഫോഴ്സസ്, മൊമെൻറ്റ്സ്, ഇക്വിലിബ്രിയം, ബേസിക് കാര്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഡെയിലി മാത്സ് വർക്കൗട്ടായിട്ട് മെട്രിസസും ഡിറ്റർമിനൻസുമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ മെട്രിസസിൻ്റെയൊക്കെ ചാപ്റ്റർ നമ്മൾ നോക്കിയാൽ കഴിഞ്ഞാൽ അതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് റാങ്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്, ഐഗൺ വാല്യൂസ്, ഇതിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഇതിനൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇനി നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഫോഴ്സസ്, മൊമെൻറ്റ്, ഇക്വിലിബ്രിയം, ബേസിക് കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പം നമുക്ക് ടൈപ്സ് ഓഫ് ഫോഴ്സസ് അറിയാം, ഓരോ ഫോഴ്സസും ടൈപ്പ് ഓഫ് ഫോഴ്സസിൽ നമ്മൾ എന്തൊക്കെ കാരണത്താലാണ് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, അതൊക്കെ മേ ബി ചിലപ്പം 1 മാർക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വരാം, MCQ ക്വസ്റ്റ്യൻസിലൊക്കെ അത് വരാം, ബേസിക് കാര്യങ്ങൾ. അപ്പോൾ എപ്പോഴും ബേസിക് ഒന്ന് പഠിച്ചു പോകാം. ഇനി രണ്ടാമത് നമ്മൾ എടുത്തിരിക്കുന്നത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ സ്ട്രെസ്, സ്ട്രെയിൻ, ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് ഒക്കെയാണ്. അപ്പം തൊട്ട് മുന്നേ തന്നെ നമ്മൾ ഫോഴ്സസ്, മൊമെൻറ്റ്സ് ഒക്കെ ഒരു ബേസ് ആണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ട്രെസ്, സ്ട്രെയിൻ ഈ ഏരിയയിലോട്ടൊക്കെ വരുമ്പം കുറച്ചും കൂടിയും കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി പോകാൻ പറ്റും. അതിനാണ് ആദ്യമേ തന്നെ നമ്മൾ ഈ ഫോഴ്സിൻ്റെ ഏരിയാസൊക്കെ ഒന്ന് കവർ ചെയ്ത് പോകുന്നത്. ഇനി മൂന്നാമത്തെ ഡേയ്സിലേക്ക് വരുമ്പം RCCയിൽ നമ്മൾ ഡിസൈൻ ഫിലോസഫീസും ലിമിറ്റ് സ്റ്റേറ്റ് കോൺസെപ്റ്റുമാണ് എടുത്തിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ നമ്മൾ തിരിച്ച് മാത്സിലേക്ക് വരുമ്പോൾ പാർഷ്യൽ ഡിഫറൻസിയേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കൂടുതലും മാത്സിൽ ഇപ്പം ഇൻ്റഗ്രേഷൻ ആയിക്കോട്ടെ, ഡിഫറൻസിയേഷൻ ആയിക്കോട്ടെ, അവിടത്തേക്ക് ബേസിക് കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പം കോസ് എക്സ് ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് കിട്ടും, ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, ആ ബേസിക് കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി അപ്ലൈ ചെയ്ത് പ്രോബ്ലം ചെയ്തു പോകാൻ ഈസി ആയിരിക്കും. അപ്പം അതെപ്പോഴും എല്ലാം ഒരു ടാബുലേറ്റ് ചെയ്തോ വല്ലതും വെച്ച് നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അതെപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് മാത്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇനി ഫേസ് 1 അടുത്ത നമ്മൾ 4 to 7 ഡേയ്സ് എടുത്താൽ ഇപ്പോൾ അവിടെ സബ്ജക്ട്സ് ആയിട്ട് ഇപ്പം RCC, സ്റ്റീൽ, ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ. അപ്പം ഇപ്പോൾ ബിൽഡിംഗ് മെറ്റീരിയൽസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺക്രീറ്റ്, അഡ്മിനിസ്റ്റേഴ്സ്, IS കോഡ്സ് കാര്യങ്ങളെല്ലാമാണ് ഈ ഒരു ദിവസത്തെ, അതായത് ഡേ 6 നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഡേ 6 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മാത്സ് ഏതാണ് വന്നിരിക്കുന്നത്, നമ്മുടെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫസ്റ്റ് ഓർഡർ വന്നിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് ദിവസം ഡേ 7 തന്നെ അതിൻ്റെ സെക്കൻഡ് ഓർഡറും വന്നിട്ടുണ്ട്. മാത്സ് നമ്മൾ ODE പോയിന്റ് ഓഫ് വ്യൂവിൽ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ഓർഡറും സെക്കൻഡ് ഓർഡറും ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. ഇനി ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ, മേഷനറി, റൂഫ്സ് ഒക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റൂഫ്സിലൊക്കെ കുറച്ചധികം നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പം അതെല്ലാം നിങ്ങൾ ഈ ഡേ 7 കവർ ചെയ്യണം. അപ്പം ഞാനിപ്പോൾ എല്ലാ ഡേയ്സിൻ്റെയും ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല.
നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഐഡിയ തരുന്നതാണ്. അതായത് ഓരോ ദിവസവും നിങ്ങൾക്ക് എത്രമാത്രം ടോപ്പിക്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് മാത്സും കൂടി ചെയ്ത് പോകാമെന്നുള്ള ഐഡിയ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ഡേ 8 to 11 പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് വന്നിട്ടുണ്ട്, സർവേ, FM-ൻ്റെ 2 ദിവസം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ മാത്സിൽ വരുമ്പോഴത്തേക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇനി ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാത്സ് പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം, ഫോറിയർ ട്രാൻസ്ഫോം ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോംപ്ലക്സ് അനാലിസിസ് വരുന്നുണ്ട്, പിന്നെ വെക്റ്റർ ഡിഫറൻസിയേഷൻ, ഗ്രേഡിയൻറ്റ് ഡൈവേർജൻസ് കേൾ. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പം നമ്മൾ ഡൈവേർജൻസും കേളൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ വെക്റ്റർ ചാപ്റ്റർ, വെക്റ്റർ അനാലിസിസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോർഷനാണ്. മുന്നേയും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ ഡൈവേർജൻസും കേളൊക്കെ എടുക്കുമ്പോൾ അതിനകത്ത് നമുക്കറിയാം ഈ റൊട്ടേഷണൽ എന്നൊരു കണ്ടീഷനുണ്ട്, സോളിനോയിഡൽ കണ്ടീഷനുണ്ട്. അപ്പം അത് എന്ത് വാല്യൂ എന്ത് 0 ആകുമ്പോഴാണ് അത് വരുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട്, അതായത് പ്രോബ്ലമാറ്റിക് അല്ലാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ ചാൻസസ് ഉള്ള ഏരിയാസ് ആണ്. അപ്പോൾ അതൊന്ന് നല്ല രീതിയിൽ നോക്കിയിരിക്കണം. ഇനി CPM-ൽ നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് പേർട്ട് അനാലിസിസും കാര്യങ്ങളും എല്ലാ പ്രാവശ്യവും നമുക്ക് ഇപ്പം നമ്മൾ അല്ലാത്ത എക്സാംസിനായാലും ഒക്കെ കേരള PSC എക്സാംസിന് വരുന്നതാണ്. അപ്പം അതും കുറച്ച് നോക്കിയിരിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ്. സർവേയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ലെവലിങ്, അതേപോലെ തന്നെ കോണ്ടൂസ്, തിയോഡലൈറ്റിലൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പാർട്സ്. തിയോഡലൈറ്റിൻ്റെ പാർട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ പാർട്സും എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ പാർട്ടും സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഷേപ്പ് വെച്ചിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അതും കൃത്യമായിട്ടൊന്ന് നോക്കിയിരിക്കുക. ഫ്ലൂയിഡ് മെക്കാനിക്സിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡും ഫ്ലോ ടൈപ്പുമാണ് നമ്മൾ ഡേ 10-ൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡേ 11-ൽ നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പൈപ്പ് ഫ്ലോസും ലോസസും ടർബൈൻസും ഇൻക്ലൂഡ് ചെയ്തു. ഇപ്പോൾ ടർബൈൻസിലൊക്കെ നമ്മൾ ടൈപ്പ് ഓഫ് ടർബൈൻസ്, ഇപ്പോൾ ഓരോ ടർബൈൻസിൻ്റെ സ്പെസിഫിക്കേഷൻസ് കാണും. ചിലത് ലോ റിയാക്ഷൻ, ഹൈ റേറ്റ് ആയിരിക്കും, അങ്ങനത്തെയൊക്കെ ടൈപ്പ് ഉണ്ടല്ലോ. അപ്പം ഓരോന്നിലും വരുന്നത് ഏതൊക്കെയാണ് എക്സാമ്പിൾ ഒന്ന് പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് അതൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. ഇപ്പോൾ തന്നിരിക്കുന്നതിൽ ഏതാണ് ലോ റിയാക്ഷൻ, ഹൈ റേറ്റ് ടർബൈൻ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റിയിരിക്കണം. അപ്പം ടൈപ്പ് ഓഫ് ടർബൈൻസ് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയിരിക്കണം. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ഏരിയയിൽ കവർ ചെയ്യേണ്ടത്. അപ്പം നമ്മളിപ്പം ഡേ 11 എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഡേ 12 to 15 എത്തുമ്പോൾ നമ്മൾ ഹൈഡ്രോളജിയും ഇറിഗേഷനും വരുന്നുണ്ട്. ജിയോ ടെക്നിക്കൽ നമ്മൾ 2 ദിവസം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് നിങ്ങളിത് കണ്ടു കാണും, GT-യിലും ഇത് കണ്ടു. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മേ ബി ഇപ്പം നമ്മൾ ഈ എടുക്കുന്ന ഡേ 14-ൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഡേ 15 വരുമ്പോൾ അത് ചേർത്ത് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടൈം മാനേജ് ചെയ്യാനായിട്ട് പറ്റും. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഇപ്പോൾ ഡേ 15-ൽ എടുക്കുന്ന പോർഷൻസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് കോൺസെപ്റ്റ്സ് ആണ് ഡേ 14-ൽ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി കവറപ്പ് ചെയ്ത് പോകാനാണ് ചില സബ്ജക്ട്സിൽ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. മാത്സിലേക്ക് വരുമ്പോൾ നമുക്ക് 4-year സീരീസ് വരുന്നുണ്ട്. പാർഷ്യൽ ഡിഫറൻസിയേഷൻ്റെ റിവിഷൻ, കാരണം തൊട്ട് മുന്നേ നമ്മൾ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ റിവിഷനാണ് നമ്മൾ ഡേ 13-ൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ലാപ്ലേസിൻ്റെ ഇക്വേഷൻ പ്രാക്ടീസ്. ലാപ്ലേസ് നമ്മൾ ട്രാൻസ്ഫോം കുറച്ച് മുന്നേ നോക്കി അതിൻ്റെ ഇക്വേഷൻസ് യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഡേ 14 നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ റിവ്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എത്രമാത്രം പഠിച്ചു എന്നുള്ള കാര്യങ്ങൾ വിലയിരുത്താനായിട്ട് നിങ്ങൾക്കത് എന്ത് പോയിന്റ് ഓഫ് വ്യൂവിലാണ് നോക്കാം. നിങ്ങൾക്ക് മെമ്മറി ചെയ്ത് നിങ്ങൾക്ക് ഇക്വേഷൻസ് മെമ്മറൈസ് ചെയ്ത് നോക്കാം, ചെറിയ ടെസ്റ്റ് പോലെ ചെയ്ത് നോക്കാം, ഒന്നും കൂടി റിവൈസ് ചെയ്ത് നോക്കാം. ആ രീതിയിൽ നിങ്ങൾക്ക് ആ റിവ്യൂ സ്റ്റേജ് യൂസ് ചെയ്യാം, ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ റിവ്യൂ സ്റ്റേജ്. അപ്പം ഇത്രയും കൊണ്ട് നമുക്ക് ഡേ 15 കംപ്ലീറ്റ് ആകുവാണ്. പിന്നെ ഡേ 16 to 20 വരുമ്പോൾ നമ്മുടെ ഫേസ് എന്താണ്, ഫേസ് 1 ആയിട്ടുള്ള ഫൗണ്ടേഷൻ എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പം ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ജിയോ ടെക്നിക്കലുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, എൻവയോൺമെൻറ്റൽ. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ നമ്മുടെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഫേസ് 1-ൽ നമ്മൾ എൻവയോൺമെൻറ്റലിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുമെന്ന് പറഞ്ഞു. അപ്പം എൻവയോൺമെൻറ്റലിന് വേണ്ടി നമ്മൾ 2 ഡേയ്സ് കൊടുത്തിട്ടുണ്ട്, ഡേ 19-ഉം ഡേ 20-ഉം. എന്തൊക്കെയാണ്, അതായത് ബേസിക് സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള നമ്മുടെ വാട്ടർ ഡിമാൻഡ്, പോപ്പുലേഷൻ ഫോർകാസ്റ്റ്, പിന്നെ നമ്മുടെ വാട്ടർ ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള സെഡിമെൻറ്റേഷൻ, ഫിൽട്രേഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എൻവയോൺമെൻറ്റലിൻ്റെ പോർഷൻസ് ഫൗണ്ടേഷൻ ഡേയിൽ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഫേസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി മാത്സിലേക്ക് വരുമ്പോൾ എന്താണ്, ന്യൂമറിക്കൽ മെത്തേഡ്സിൻ്റെ ഓവർവ്യൂ. ആദ്യമേ നമ്മൾ കുറച്ച് ന്യൂമറിക്കൽ റിലേറ്റഡ് ആയിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മെട്രിസസ്, ഇതെല്ലാം നമുക്ക് ആ ഏരിയാസിൽ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം എന്താണ് ഒരു ഓവർവ്യൂ ആണ് ചെയ്ത് നോക്കുന്നത്. അത് നിങ്ങൾക്ക് പ്രോബ്ലം പ്രാക്ടീസ് രീതിയിലെല്ലാം നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം സ്റ്റാറ്റിസ്റ്റിക്സും പ്രോബബിലിറ്റിയും ചാപ്റ്ററാണ് ഈ ഡേ 17-ൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം റിഗ്രഷൻ ആൻഡ് കോറിലേഷൻ ചാപ്റ്റർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.
ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ റിവ്യൂ. തൊട്ട് മുന്നേ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ ഒരു റിവ്യൂ ചെയ്ത് ഇനി ഡേ 90 നമ്മൾ ഒന്നും കൂടി ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ റിവ്യൂ ചെയ്യുകയാണ്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ റിവ്യൂ നമ്മൾ കൂടുതൽ ടൈം ഇടുന്നത്, അതായത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ സ്റ്റേബിളായിട്ട് മനസ്സിലാക്കി പോയി ഇനി അങ്ങോട്ട് വരുന്ന ചാപ്റ്റേഴ്സിലെല്ലാം നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും. ആദ്യമേ പറഞ്ഞ കാര്യമാണ്, ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും ഓരോ വാല്യൂസിൻ്റെതും കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ എത്ര പഠിച്ചാലും പ്രോബ്ലംസ് നിങ്ങൾക്ക് സ്പീഡിന് വാല്യൂസ് കൊടുത്ത് പെട്ടെന്നായിട്ട് എഴുതാൻ പറ്റും. അപ്പം അത് കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ലാസ്റ്റ് ഡേയിൽ നമ്മുടെ ഫൗണ്ടേഷൻ ഫേസിലെ ലാസ്റ്റ് ഡേയിൽ മാത്സിൽ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ അല്ലെങ്കിൽ സീരീസിൻ്റെ പ്രാക്ടീസും പ്ലസ് ടെസ്റ്റ് 1 ടെസ്റ്റ് 1 എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇതുവരെ കംപ്ലീറ്റ് ചെയ്ത മാത്സ് പോർഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഏരിയാസ് എല്ലാം കവർ ചെയ്യുന്ന പോലെ ഒരു ടെസ്റ്റ് പോലെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് നോക്കാം. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിന്ന് എടുക്കാം, നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് പോലെ ഒരു മിനി ടെസ്റ്റ് പോലെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അതായത് എത്രമാത്രം നിങ്ങൾ ഈ ഫൗണ്ടേഷൻ ഫേസിൽ പഠിച്ച മാത്സ് നിങ്ങൾക്ക് എത്രമാത്രം ആപ്ലിക്കബിൾ ആയി അല്ലെങ്കിൽ നിങ്ങൾ എത്രമാത്രം മനസ്സിലാക്കിയത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് പോകാൻ വേണ്ടിയാണ്. അപ്പം ഇതുകൊണ്ട് നമ്മുടെ ഫൗണ്ടേഷൻ ഫേസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഫേസ് 2. ഫേസ് 2 നമ്മൾ ആദ്യമേ പറഞ്ഞു എന്താണ് എൻവയോൺമെൻറ്റിലും കെമിക്കലിൻ്റെയും കോർ അല്ലെങ്കിൽ ഡീപ്പായിട്ട് നമ്മൾ കാര്യങ്ങൾ പഠിച്ചു പോകുന്ന സ്റ്റേജാണ്. എൻവയോൺമെൻറ്റിൻ്റെ ബേസിക്സ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കോർ ഏരിയാസ്, അതായത് ഇപ്പോൾ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കെമിക്കലിലെയും എൻവയോൺമെൻറ്റിലെയും കുറച്ച് ഡീപ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഏരിയാസ് ഉണ്ട്. അതിലിപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ വരാം, വേസ്റ്റും എയറും അതേപോലെ തന്നെ സോളിഡ് വേസ്റ്റിൻ്റെയൊക്കെ മാനേജ്മെൻറ്റ് വരാം, അതേപോലെ കെമിക്കൽ പ്രോസസ്സ് വരാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കോറായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻസ് ഒരു പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എക്സാം ആണ്. അപ്പോൾ അവിടെ ഈ പോർഷൻസിനാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് വരുന്നത്. ആ ഏരിയാസ് ആണ് നമ്മൾ ഫേസ് 2 ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡേ 21 ഫേസ് 2ൻ്റെ ഫസ്റ്റ് ഡേ. അവിടെ നമ്മൾ സീവർ ഡിസൈൻ, BOD, COD, സീവർ അപ്പറ്റനൻസസ് ഒക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ BODയിലൊക്കെ നമുക്ക് BOD 5ൻ്റെ പ്രോബ്ലംസ് ഒക്കെ വരാം. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. BOD, COD തമ്മിലുള്ള ഡിഫറൻസിയേഷൻ എന്താണ്, ആ വ്യത്യാസം അതൊക്കെ നോക്കാം. ഡെയിലി മാത്സിൽ നമ്മൾ എടുത്തിരിക്കുന്നത് വെക്ടറിൻ്റെ റിവിഷനാണ്. കുറച്ച് മുന്നേ നമ്മൾ വെക്ടർ അനാലിസിസ് പറഞ്ഞു അല്ലേ, കേള്, ഡൈവേർജൻസ്, ഗ്രേഡിയൻറ്റ്. അപ്പം അതൊക്കെ നമ്മൾ കവർ ചെയ്തു. അതിൻ്റെ റിവിഷനാണ് നമ്മുടെ ഈ സെക്കൻഡ് ഫേസിൽ ഫസ്റ്റ് ഡേയിൽ നമ്മൾ മാത്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഡേ 22 വരുവാണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ്സ്, സ്ക്രീനിങ്, ഗ്രിറ്റ്, സെഡിമെൻറ്റേഷൻ. അതായത് ഇവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഓരോ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സും ഇങ്ങനെ ഓരോ സ്റ്റേജസ് ആയിട്ടാണ് നമ്മൾ ഓരോ ഡേയ്സിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വരുമ്പോൾ ലാപ്ലേസിൻ്റെ ആപ്ലിക്കേഷൻ മാത്സിൽ, അതായത് ലാപ്ലേസ് സീരീസും അതിൻ്റെ റിവിഷനും കഴിഞ്ഞു. ഇനി അത് എങ്ങനെ ആപ്ലിക്കേഷൻ ലെവലിൽ ചെയ്യാം, അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വരാം, അത് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഡേ 22 മാത്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഡേ 23 എത്തുമ്പോൾ എന്താണ് ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്, നമ്മുടെ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് വരുന്നുണ്ട്, നമ്മുടെ ട്രിക്ലിംഗ് ഫിൽറ്റർ വരുന്നുണ്ട്. ഈ ഏരിയാസ് എല്ലാമാണ് നമ്മൾ ഡേ 23 എൻവയോൺമെൻറ്റിൽ കവർ ചെയ്യുന്നത്. ഇവിടെ വരുമ്പം ODE നമ്മുടെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ടെസ്റ്റ് 2 ആണ്. നമ്മൾ ഓൾറെഡി ടെസ്റ്റ് വേറൊരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനും ടെസ്റ്റ് 2 ആയിട്ടാണ് നമ്മൾ കണ്ടക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ടെസ്റ്റ് 1 തൊട്ട് മുന്നേ നമ്മൾ ഫൗണ്ടേഷൻ ഫേസിൽ ചെയ്ത് കഴിഞ്ഞായിരുന്നു. ഇനി 24 എത്തുമ്പം സ്ലഡ്ജ് ട്രീറ്റ്മെൻറ്റ് വരുന്നുണ്ട്, ഡൈജഷൻ, ഡ്രൈയിങ് ബെഡ്സ്. ഇപ്പം ഇവിടെയെല്ലാം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, ഇപ്പം ഓരോ പ്രോസസ്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡിറ്റൻഷൻ ടൈമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ പ്രോബ്ലംസ് ചോദിക്കാൻ പറ്റുന്ന ഏരിയാസിൽ നിന്ന് ഇക്വേഷൻസ് എല്ലാം ബൈഹേർട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട. അതുപോലെ ഓരോ പ്രോസസ്സിൻ്റെയും സ്പെസിഫിക്കേഷൻസ് അറിഞ്ഞിരിക്കുക. ഓരോ പ്രോസസ്സും മറ്റു പ്രോസസ്സിൽ നിന്ന് എങ്ങനെയാണ് ഡിഫറെൻ്റ് ആകുന്നതെന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ നമ്മൾ എപ്പോഴും കാണുന്നത്. ഏതെങ്കിലും പ്രോസസ്സ് തമ്മിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുമ്പോൾ നമുക്കത് റൈറ്റ് ആണോ റോങ് ആണോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നെങ്കിൽ ഈ പ്രോസസ്സ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഓരോന്നിൻ്റെ സ്പെസിഫിക്കേഷൻ അറിഞ്ഞിരിക്കണം. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക ഓരോ പ്രോസസ്സിലും. ഇപ്പം നമ്മുടെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് ആയിക്കോട്ടെ, അതിലെല്ലാം ഓരോന്നിലും നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഓരോന്നിലും എന്തൊക്കെയാണ് റിമൂവൽ സംഭവിക്കുന്ന, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ ഫേസ് 2 25 to 28 ഡേയ്സിൽ നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്യുന്നതെന്ന്. ഇവിടെ നമ്മൾ ഇൻഡസ്ട്രിയൽ വാട്ടർ, നമ്മുടെ ഇൻഡസ്ട്രിയൽ വാട്ടർ എഫ്ലുവൻറ്റിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ്, ഇപ്പം ഓരോ ഇൻഡസ്ട്രീസ് ബേസ് ചെയ്ത്, ഇപ്പം ഡയറി ഇൻഡസ്ട്രി, പേപ്പർ ഇൻഡസ്ട്രി, ടാനറി ഇൻഡസ്ട്രി, അപ്പോൾ ഇതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത ഡേയിൽ നമ്മൾ എയർ പൊല്യൂഷൻ്റെ സോഴ്സ്, എഫക്റ്റ്, ഡിസ്പേർഷൻ മോഡൽസ്,
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുപോലെ എയർ പൊല്യൂഷൻ കൺട്രോൾ, അത് സൈക്ലോൺ ആയിക്കോട്ടെ, എന്തൊക്കെ യൂസ് ചെയ്താണ്, സൈക്ലോൺ ട്രീറ്റ്മെൻ്റ് ആണോ അല്ലെങ്കിൽ സ്ക്രബ് ട്രീറ്റ്മെൻ്റ് ആണോ, ഏതൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ എയർ പൊല്യൂഷൻ കൺട്രോൾ യൂസ് ചെയ്യുന്നത്, അതൊക്കെയാണ് നമ്മൾ ഡേ 27 ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഡേ 28 എത്തുമ്പോൾ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, അതിൻ്റെ കളക്ഷൻ, പ്രോസസ്സിങ്, എന്തൊക്കെ മെത്തേഡിൽ നമുക്ക് ഡിസ്പോസൽ ചെയ്യാം, ലാൻഡ് ഫില്ലിങ്, ഈ കാര്യങ്ങളെല്ലാമാണ് അവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ എയർ പൊല്യൂഷനിലൊക്കെ വരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞല്ലോ, ഇപ്പം പ്ലൂം ബിഹേവിയറിലൊക്കെ എത്തുമ്പോൾ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യം ടൈപ്പ് ഓഫ് പ്ലൂംസ് ഏതൊക്കെയാണ്, ആ പ്ലൂംസിൻ്റെ സ്പെസിഫിക്കേഷൻസ് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഫാനിങ്ങും കോണിങ്ങും ആണെങ്കിൽ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതൊക്കെ നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാനായിട്ട് ചാൻസസ് ഉള്ളതാണ്. മാത്സിലേക്ക് വരുമ്പോൾ നമ്മൾ മെട്രിക്സും ഡിറ്റർമിനൻറ്റിൻ്റെയും ടെസ്റ്റാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഫൗണ്ടേഷൻ ഫേസിൽ മെട്രിക്സും ഡിറ്റർമിനൻറ്റും ചാപ്റ്റർ കവർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ടെസ്റ്റാണ്. പ്രോബബിലിറ്റി കവർ ചെയ്തു, അതിൻ്റെ പ്രാക്ടീസാണ് നമ്മൾ ഡേ 26 മാത്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഡേ 27 ആകുമ്പോൾ 4 ഇയറിൻ്റെ റിവ്യൂ, 4 ഇയർ നമ്മൾ ഓൾറെഡി പഠിച്ചു, അതിൻ്റെ റിവിഷൻ കഴിഞ്ഞു, ഒന്നും കൂടി നമ്മൾ അതിൻ്റെ റിവ്യൂ ചെയ്തിരിക്കുകയാണ്. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ടാണ് നമ്മൾ ഈ റിവ്യൂവിൽ അത് ഇട്ടിരിക്കുന്നത്. അപ്പം അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ പ്രോബ്ലംസ് വരാൻ നല്ല ചാൻസ് ഉള്ള ഏരിയ തന്നെയാണ് 4 ഇയർ. പിന്നെ ഗ്രേഡിയൻറ്റിൻ്റെയും കേളിൻ്റെയും പ്രോബ്ലംസ് ആണ് ഡേ 28 മാത്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ ഒരു പ്രാവശ്യം ഫൗണ്ടേഷൻ ഫേസിൽ അത് കഴിഞ്ഞു, അതിൻ്റെ റിവിഷനും കഴിഞ്ഞു, ഇപ്പോൾ അതിൻ്റെ പ്രോബ്ലം പ്രാക്ടീസിലാണ് വെക്റ്റർ പോർഷനിൽ നമ്മൾ മാത്സിൽ വന്ന് എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ഇനി ഫേസ് 2ലേക്ക് പോകുമ്പോൾ ഡേ 29 to 32 29 നമ്മൾ ഈ വേസ്റ്റ്, ബയോമെഡിക്കൽ, ന്യൂക്ലിയർ വേസ്റ്റ്, ആ ടൈപ്പ് ഓഫ് വേസ്റ്റും അതിൻ്റെ കൂട്ടത്തിൽ നോയ്സിൻ്റെ കൺട്രോൾ, ഇത്രയും പോർഷൻസാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എത്തുമ്പോൾ വെക്റ്ററിൻ്റെ റിവിഷൻ ടെസ്റ്റ്, തൊട്ട് മുന്നത്തെ ദിവസം നമ്മൾ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. വെക്റ്ററിൽ നമ്മൾ ഗ്രേഡിയൻറ്റും ഡൈവേർജൻറ്റിൻ്റെ കേളിൻ്റെയൊക്കെ പ്രോബ്ലം ചെയ്തു. അതിൻ്റെ റിവിഷൻ ടെസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഡേ 29 യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. ഡേ 30 എത്തുമ്പോൾ എൻവയോൺമെൻറ്റൽ ആക്ട്, വാട്ടർ ആക്ട്, എയർ ആക്ട്, EPA, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതായത് നമ്മുടെ PCB എക്സാമിന്, അതായത് വാട്ടർ ആക്ട്, എയർ ആക്ട്, അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ കൺട്രോൾ ആക്ട്, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഷുവറാണ്. അപ്പം ഓരോ ഇപ്പോൾ ആക്റ്റിലും എന്തൊക്കെ തീരുമാനങ്ങളാണ് വന്നത്, എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നത്, അതിൻ്റെ ഇയർ, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം നിങ്ങൾ. എന്തൊക്കെയാണോ നമുക്കിത് എൻവയോൺമെൻറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ട്സ് ഉള്ളത്, പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത്, അതെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതേ ടൈം നമ്മൾ ആ ദിവസം മാത്സിൽ നോക്കുന്നത് ലാപ്ലേസിൻ്റെ ടെസ്റ്റ് 3 ആണ്. ടെസ്റ്റ് 2 ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 31ലേക്ക് വരുമ്പം എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റിൽ വരുമ്പോൾ നമുക്ക് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, EIA റിലേറ്റഡ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം അവിടെയെല്ലാം നമ്മൾ മാനേജ്മെൻറ്റ് ടൂൾസായിട്ട് നമ്മൾ എൻവയോൺമെൻറ്റിൽ എന്തൊക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ആക്കുന്നത്, അതൊക്കെ അത് തൊട്ടടുത്തേൽ വരുന്നുണ്ട്. കണ്ടോ, നമ്മളെ മോൺട്രിയൽ, ക്യോട്ടോ പ്രോട്ടോകോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് കഴിഞ്ഞ PCB എക്സാമിനും മോൺട്രിയൽ റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ പ്രോട്ടോകോൾസ്. അപ്പം അത് എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് ഏരിയാസിൽ വരുന്നതാണ്. അതാണ് നമ്മൾ ഡേ 31, 32 നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഫേസ് 2. അവിടെ വരുമ്പോൾ കാൽക്കുലസിൻ്റെ റീക്യാപ്പും വരുന്നുണ്ട്. ODE മിക്സഡ് സെറ്റ്, ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ ഇപ്പം ഡേ 32 പറയുന്നത് ODE മിക്സഡ് സെറ്റ്. എന്താ മാത്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, അതായത് ODE ഫസ്റ്റ് ഓർഡർ നമ്മൾ നോക്കി, ODE സെക്കൻഡ് ഓർഡർ നോക്കി, അതിൻ്റെ മിക്സഡ് സെറ്റ്, അത് രണ്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന ഒരു ഏരിയ ആയിട്ടാണ് നിങ്ങൾ ഇവിടെ. നമ്മൾ നേരത്തെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു, ഇവിടെ ആയപ്പോൾ അത് മിക്സ് ചെയ്ത് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഡേ 32 കൊണ്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഫേസ് 2 അടുത്ത സെറ്റ് എന്ന് പറയുന്നത് ഡേ 33 തൊട്ട് 36 വരെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 33 എടുത്തിരിക്കുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഗ്രീൻ ബിൽഡിങ്, ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതേപോലെ തന്നെ മാത്സിൽ 4 ഇയർ പ്രാക്ടീസാണ്, അതായത് 4 ഇയർ സീരീസ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. അതിൻ്റെ അടുത്ത സെറ്റ് ഓഫ് പ്രാക്ടീസിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. 34 എത്തുമ്പോൾ റിന്യൂവബിൾ എനർജി, കാർബൺ ക്രെഡിറ്റ് ആൻഡ് ട്രേഡിങ്. കാർബൺ ക്രെഡിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പം കാർബൺ ക്രെഡിറ്റിലൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇപ്പം ഓരോ ഇൻഡസ്ട്രീസിൻ്റെ ബേസിസിൽ അത് എത്ര പെർസെൻറ്റേജ് ഒക്കെയാണ്, ഇപ്പോൾ ഓരോ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള റെലവൻറ്റ് ആക്ട് പ്രകാരം എത്ര പെർസെൻറ്റേജ് ആണ് ഇപ്പം നമ്മൾ കാർബൺ ക്രെഡിറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വരാനായിട്ട് ചാൻസസ് ഉണ്ട്. ഇനി മാത്സ് വർക്കൗട്ടിലേക്ക് വരുമ്പോൾ പ്രോബബിലിറ്റി നമ്മൾ ഓൾറെഡി കവർ ചെയ്തു, അതിൻ്റെ റിവിഷനാണ് വരുന്നത്. 35 എത്തുമ്പോൾ എന്താണ്, പ്രോസസ് കാൽക്കുലേഷൻ, മോൾ കോൺസെപ്റ്റ്, മെറ്റീരിയൽ ബാലൻസ്. അതായത് നമ്മൾ എൻവയോൺമെൻറ്റലിൽ നിന്ന് നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട്, നമ്മുടെ കെമിക്കലിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, കെമിക്കൽ സബ്ജക്ട്സിൽ എത്തിയിട്ടുണ്ട്. പ്രോസസ്സ്, അതായത് ഈ കെമിക്കൽ സബ്ജക്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ കെമിക്കൽ പ്രോസസ്സസ് അറിഞ്ഞിരിക്കണം. അതായത് നമ്മുടെ എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ട്, പൊല്യൂഷൻ കൺട്രോൾ റിലേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കെമിക്കൽ അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സസ് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓരോ പ്രോസസ്സിൻ്റെയും സ്പെസിഫിക്കേഷൻസ് അറിഞ്ഞിരിക്കണം. ഓരോ പ്രോസസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇത് വ്യക്തമായിട്ട് അറിഞ്ഞിരുന്നാൽ കുറച്ചും കൂടി നമുക്ക് ഈസി ആവും കാര്യങ്ങൾ.
അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ മെട്രിക്സ് ഫസ്റ്റ് ഡേ നമ്മൾ ഫൗണ്ടേഷൻ ഡേയിൽ പഠിച്ചതാണ് മെട്രിക്സ്, അതിൻ്റെ പ്രാക്ടീസാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി വന്നാൽ മനസ്സിലാവും, ഇപ്പോൾ മാത്സിൽ നമ്മൾ അറിയാതെ പോലും ഒരുപാട് പ്രാവശ്യം ഓരോ ടോപ്പിക്കിൻ്റെ റിവിഷൻ നമ്മൾ ചെയ്യുകയാണല്ലേ. അപ്പം ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ ഡേയിൽ നിങ്ങളൊരു മോക്ക് ടെസ്റ്റോ ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ തറോ ആയിരിക്കും എല്ലാ കോൺസെപ്റ്റ്സും. അതേപോലെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മാത്സ് സോൾവ് ചെയ്യാനും പറ്റും. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ പ്ലാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം നിങ്ങൾ എല്ലാ ദിവസവും മാത്സ് ചെയ്യുമ്പോൾ നമ്മളിവിടെ എന്താണ് ഓരോന്നും എല്ലാ ദിവസവും ഇങ്ങനെ റൊട്ടേഷനിലായിട്ട് റിവിഷനും ടെസ്റ്റും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാത്സിൻ്റെ 10 മാർക്ക് നിങ്ങൾക്ക് വളരെയധികം ഷുവറായിട്ട് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. അതിനാണ് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ പ്ലാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ ദിവസവും മാത്സ് ചെയ്തു പോകുന്ന ഒരു പ്ലാൻ. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലേ, ഇപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സെറ്റ് എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്രാവശ്യം നമ്മൾ റിവിഷനിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡേ 36 എത്തുമ്പോൾ എനർജി ബാലൻസും അതേപോലെ തന്നെ ഹീറ്റ് കപ്പാസിറ്റി എൻതാൽപ്പി റിലേറ്റഡ് കാര്യങ്ങൾ എല്ലാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ മാത്സിൽ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സെറ്റ്, ആ ഒരു സെറ്റ് പ്രാക്ടീസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഡേ 36 വരെ നമ്മൾ കവർ ചെയ്തു. ഇനി നമ്മൾ ഡേ 37 to 40 ആണ് നമ്മൾ നോക്കുന്നത്. ഫേസ് 2-ൻ്റെ നമ്മൾ എടുത്തിരിക്കുന്നത് തെർമോഡൈനാമിക്സിൻ്റെ ഫസ്റ്റും സെക്കൻഡും ലോയും എൻട്രോപ്പി. അപ്പം ഈ ലോസ് എല്ലാം ഒന്ന് നോക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ലോയിൽ എന്താണ് കാര്യം പറയുന്നത്, ഇത് ഏത് ലോ ബേസിൽ, ഈ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. തെർമോഡൈനാമിക്സിൻ്റെ ഫസ്റ്റും സെക്കൻഡും ലോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ കൂട്ടത്തിൽ എൻട്രോപ്പി എന്താണെന്ന് മനസ്സിലാക്കി പോവുക. മാത്സിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ലാപ്ലേസിൻ്റെ ട്രാൻസ്ഫോമാണ്, ലാപ്ലേസ് ആപ്ലിക്കേഷനാണ് വരുന്നത്. ഇനി ഡേ 38 നോക്കുമ്പോൾ റിയാക്ഷൻ എഞ്ചിനീയറിംഗും കൈനറ്റിക്സും റിയാക്ടർ ടൈപ്സ്, എന്തൊക്കെ ടൈപ്പ് റിയാക്ടേഴ്സാണ് കെമിക്കൽ പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന, ഓരോ റിയാക്ടറിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. മാത്സിലേക്ക് എത്തുമ്പോൾ സീരീസ്, ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തൊക്കെ സീരീസാണ്, ഇപ്പം ഫോറിയർ സീരീസ്, ലാപ്ലേസ് സീരീസ് എല്ലാം നമ്മൾ കവർ ചെയ്തല്ലോ. ആ സീരീസും വെക്റ്റർ കോംബോയും, അതായത് രണ്ടും കൂടെ മിക്സ് ചെയ്തുള്ള പ്രാക്ടീസ് അല്ലെങ്കിൽ റിവിഷനാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. വെക്റ്ററിൽ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്, ഡൈവേർജൻസ്, കേൾ, ഗ്രേഡിയൻറ്റ് പഠിച്ചു. അതേപോലെ സീരീസിൽ നമ്മളിപ്പോൾ ഫോറിയർ സീരീസും ലാപ്ലേസ് എല്ലാം പഠിച്ചു. ഇതെല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് റിവിഷൻ അല്ലെങ്കിൽ ഒരു റിവ്യൂ ആണ് നമ്മൾ ഡേ 38 കൊണ്ട് മാത്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഡേ 39 എത്തുമ്പോൾ നമ്മൾ കാറ്റലിസിസ് ഉണ്ട്, ഡിഫ്യൂഷൻ ഉണ്ട്, പോറസ് മീഡിയ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് കെമിക്കലിൽ നോക്കുന്നത്. പ്ലസ് പ്രോബ്ലം ടെസ്റ്റ് 4, അതായത് നമ്മൾ നേരത്തെ ടെസ്റ്റ് 3 വരെ എത്തി, ഇതുവരെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പ്രോബ്ലമാറ്റിക് എല്ലാം ചെയ്യുന്ന ടെസ്റ്റ് 4 വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇതുവരെയുള്ള പോർഷൻസ് എല്ലാം റിവൈസ് ചെയ്ത് നിങ്ങളൊരു ടെസ്റ്റ് പോലെ അത് അറ്റൻഡ് ചെയ്ത് നോക്കണം. ഓക്കെ, ഇനി അടുത്ത നമ്മൾ 40 എത്തുവാണ്. ഡേ 40 എത്തുമ്പോഴത്തേക്ക് എന്താണ്, പ്രോസസ് ഇൻസ്ട്രുമെൻറ്റേഷനും പ്രഷർ, ടെമ്പറേച്ചർ, ഫ്ലോ, ഇത്രയും കാര്യങ്ങളാണ് കെമിക്കലിൽ നോക്കുന്നത്. പ്ലസ് നമ്മുടെ ഡെയിലി മാത്സിൽ കോംപ്ലക്സ് അനാലിസിസിൻ്റെ റിവിഷൻ. അപ്പോൾ കോംപ്ലക്സ് അനാലിസിസ് റിവിഷനിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ നോക്കിയത് അതിന് തൊട്ട് മുന്നേ അത് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ റിവിഷൻ. ഈ റിവിഷനിൽ നിങ്ങൾ ഒന്നേന്ന് ആ പോർഷൻസ് എല്ലാം പഠിക്കുക എന്നുള്ളതല്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കിയിട്ട് മെമ്മറൈസ് ചെയ്യാനായിട്ട് നോക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെയും നിങ്ങളിത് പഠിച്ചുകൊണ്ടിരുന്ന് നിങ്ങളുടെ ടൈം കളയരുത്. റിവിഷൻ എന്ന് പറയുമ്പോൾ ഇത്രയും പോർഷൻസ് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനുണ്ടല്ലേ, നിങ്ങൾ ഏതെങ്കിലും 2-3 ദിവസമൊക്കെ എടുത്ത പോർഷൻസ് ആയിരിക്കും ഈ ഒരു റിവിഷനിൽ വരുന്നത്. അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് തറോ റീഡ് ചെയ്തിട്ട് മെമ്മറൈസ് ചെയ്യാനായിട്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ ഫേസ് 2-ൻ്റെ ലാസ്റ്റ് സെറ്റ് ഓഫ് ഡേയ്സ് എത്തിയിരിക്കുകയാണ്, ഡേ 41 to 45. അപ്പോൾ നമ്മൾ ഡേ 41-ൽ കെമിക്കലിൽ നിന്ന് എടുത്തിരിക്കുന്ന pH, സ്പെക്ട്രോസ്കോപ്പിക് അനാലിസിസ്, ഓരോ സ്പെക്ട്രത്തിൽ എന്തൊക്കെയാണ് വരുന്നത്, ഓരോ സ്പെക്ട്രത്തിൻ്റെ റേഞ്ച് എന്താണ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ മാത്സിൽ വെക്റ്റർ ടെസ്റ്റ് 5 ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. 42 എത്തുമ്പോൾ ന്യൂമറിക്കൽ പ്രാക്ടീസ്, അതായത് പ്രോസസ്സിൻ്റെ കാൽക്കുലേഷൻ, പ്രോബ്ലംസ് എല്ലാം വരുന്നത് ഈ 42-ലാണ്. ന്യൂമറിക്കലാണ് നമ്മൾ ആ ദിവസം കംപ്ലീറ്റ്ലി ഉദ്ദേശിക്കുന്നത്. പ്ലസ് ഒരു ക്വിക്ക് മാത്ത് ഡ്രില്ലാണ്. എന്താണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഇതുവരെ പഠിച്ച പോർഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ക്വിക്കായിട്ടുള്ളൊരു ടെസ്റ്റാണ്. അതായത് നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ നിങ്ങളുടെ ഒരു ബോറടിയൊക്കെ മാറ്റാനായിട്ട് നിങ്ങളിങ്ങനെ പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തന്നെ ടൈമർ ഇട്ട് ചെയ്യാം. ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ദിവസം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം മാത്സിൻ്റെ. അതായത് ഇതുവരെ കവർ ചെയ്ത പോർഷനിൽ എവിടെ നിന്ന് ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രമാത്രം റിവൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു മാത്സിൻ്റെ ഒരു പെട്ടെന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് പോകത്തില്ല, ഒരു റാപ്പിഡ് ഫയർ പോലെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്ത് ടൈം മാനേജ്മെൻ്റ് ഒക്കെ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കി അതൊരു ഗെയിം മോഡിലൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ കേട്ടോ ആ ഒരു ഡേ. അപ്പം നല്ല രീതിയിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് പഠിക്കാനായിട്ട് പറ്റും. ഇനി അടുത്തത് ഡേ 43 എത്തുമ്പോൾ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ കേസ് സ്റ്റഡീസും ISO സ്റ്റാൻഡേർഡുമാണ്. നമുക്ക്
പൊല്യൂഷൻ കേസ് സ്റ്റഡീസ് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പം അതെല്ലാം അറിഞ്ഞിരിക്കുക. അതിൽ ഓരോ പൊല്യൂഷൻ കേസിലും എന്തൊക്കെ കാര്യങ്ങളാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഇയർ റിലേറ്റഡ് കാര്യങ്ങൾ ഇതെല്ലാം നോക്കി പോവുക. അതിനോടൊപ്പം തന്നെ ISO സ്റ്റാൻഡേർഡും പഠിക്കാനാണ് നമ്മൾ ഈ ഒരു ദിവസം. അപ്പോൾ ഈ ISO സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഓരോന്ന് റിലേറ്റഡ് ആയിട്ടുള്ള ISO സ്റ്റാൻഡേർഡ് എല്ലാം ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ ഈ പഠിക്കുമ്പോൾ തന്നെ ഷോർട്ട് നോട്ട്സ് ഒക്കെ കീപ്പ് ചെയ്ത് പോവുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. കാരണം നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റ് റിവിഷന് ഒരു റിവ്യൂ പോലെ ആ ബുക്ക് മാത്രം നോക്കാം നിങ്ങൾക്ക്. ആ രീതിയിൽ ഇതെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ച് പോവാം. ആ ദിവസം മാത്സിൽ നമ്മൾ ഫോർമുല റിവിഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ എന്തൊക്കെയാണോ പഠിച്ചത് അതിൽ ഫോർമുലാസ്, ഈ ഫോർമുല റിവിഷനിൽ തന്നെ നേരത്തെ പറഞ്ഞ ഓരോ ഫംഗ്ഷൻസിൻ്റെയും ഡിഫറൻസിയേഷൻ വാല്യൂ എന്താണ്, ഓരോ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രേഷൻ വാല്യൂ എന്താണ്, അതൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് അതെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ദിവസം. അപ്പം കംപ്ലീറ്റ്ലി അത് വേറെ ടോപ്പിക്കൊന്നും നോക്കുന്നില്ല, എല്ലാത്തിലെയും ഇക്വേഷൻസ് നല്ല രീതിയിൽ ഫോർമുലാസ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് പോവാം. ഡേ 44 എത്തുമ്പോൾ വേസ്റ്റ് മിനിമൈസേഷനും ക്ലീനർ പ്രൊഡക്ഷനും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് എല്ലാം നല്ല രീതിയിൽ കവർ ചെയ്യുക. നമ്മുടെ ഡേ 44 മാത്സിൽ പ്രാക്ടീസ് പേപ്പറാണ്. തൊട്ട് മുന്നത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്തു, ഫോർമുലാസ് റിവൈസ് ചെയ്തു. അതിന് തൊട്ട് മുന്നത്തെ ദിവസം നമ്മൾ ക്വിക്ക് മാത്ത് ഡ്രില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. അതായത് നിങ്ങൾക്ക് അവിടെ OMR തന്നെ നിങ്ങൾക്ക് പ്രിൻ്റൊക്കെ എടുത്തിട്ട് OMR ഷീറ്റിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ടൈം മാനേജ്മെൻ്റ് ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇനി നമ്മുടെ ഫേസ് 2ൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഡേ 45. നമ്മൾ എന്താണ് ഇതുവരെ നോക്കിയ എൻവയോൺമെൻറ്റിലും കെമിക്കലിലെയും ഈ 4 ഏരിയാസ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഫൈനൽ റിവിഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അന്നത്തെ ദിവസം മാത്സിൽ നമ്മൾ എന്താണ് ഒരു മോക്ക് ടെസ്റ്റ്, കമ്പൈൻഡ് മോക്ക് ടെസ്റ്റാണ്. ഇതുവരെ നിങ്ങൾ നോക്കിയ പോർഷൻസ് എല്ലാം കവർ ചെയ്തുകൊണ്ടുള്ളൊരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾ തന്നെ നിങ്ങളുടെ റിവ്യൂ നോക്കുക, നിങ്ങൾ തന്നെ നിങ്ങളുടെ സെൽഫ് അസസ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫേസ് 3യിലേക്ക് എത്തി നിൽക്കുകയാണ്. ഫേസ് 3 ആദ്യമേ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫേസാണ്. എന്താണ് നമ്മൾ പറഞ്ഞത്, റിവിഷൻ പ്ലസ് മോക്ക് ടെസ്റ്റ് അനാലിസിസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒരു ലിങ്ക് തിയറി ആപ്ലിക്കേഷൻ എക്സാം മൈൻഡ് സെറ്റ് ആണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്, അതായത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ തിയറീസ് പഠിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് എങ്ങനെ ആപ്ലിക്കേഷൻ ലെവലിൽ നിങ്ങൾക്ക് അത് ലിങ്ക് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന ലെവലിൽ കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ കയ്യിൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ച് നമുക്ക് എല്ലാത്തിനെ കുറിച്ചൊരു ഐഡിയ കാണും, പക്ഷേ അത് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇപ്പോൾ സ്റ്റുഡൻസ് എപ്പോഴും പറയുന്ന ഒരു ഇഷ്യൂ ആണ്, അത് നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്, പക്ഷേ എക്സാം ഹോളിൽ വന്നിരിക്കുമ്പം ആ ക്വസ്റ്റ്യനെ എങ്ങനെ നേരിടാം എന്നുള്ളൊരു കാര്യം അവർക്കൊരു ഐഡിയ ഇല്ലാതെ വരുമ്പം അവരുടെ മാർക്സ് ഒക്കെ പോകുന്നുണ്ട്, നെഗറ്റീവ് ഒക്കെ ആകുന്നുണ്ട്. അതാണ് ഈ സ്റ്റേജ് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പഠിച്ച കാര്യങ്ങളെല്ലാം ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ കൊണ്ടുവന്ന് ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റൻഡ് ചെയ്യാതുള്ള സ്റ്റേജാണ് നമ്മൾ ഈ ഒരു ഫേസിൽ കൂടി നമ്മൾ അറിഞ്ഞ് റിവൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എക്സാം ഹോളിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതെന്ന് വെച്ചാൽ എക്സാം മൈൻഡ് സെറ്റിലായിരിക്കണം. ഇതിലെ എല്ലാ ദിവസവും ഇപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഡേ 46 തൊട്ട് 60 വരെയാണ്. ആ ഫുൾ ഡേയും നിങ്ങൾ എക്സാം മൈൻഡ് സെറ്റ് തന്നെയായിരിക്കും. ഇപ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന ആയിക്കോട്ടെ, എല്ലാം എക്സാം ഹോളിൽ എങ്ങനെയാണോ അതേ അറ്റ്മോസ്ഫിയറും ടൈമൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് ചെയ്യാനായിട്ട് നോക്കുക. അപ്പം ഡേ 46 to 48 നമ്മൾ എന്താണ് സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ റിവിഷനാണ്. അതായത് സ്ട്രക്ചറൽ സബ്ജക്റ്റ്, ജിയോ ടെക്നിക്കൽ സർവേ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ളൊരു കംപ്ലീറ്റ് റിവിഷനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അന്ന് ടാസ്ക് എന്താണ്, റാപ്പിഡ് ഷോർട്ട് നോട്ട്സ് റിവ്യൂ ആണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു നമ്മൾ ഫൗണ്ടേഷനിലും ഫേസ് 2ലും നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഷോർട്ട് നോട്ട്സ് എഴുതി ഒരു ബുക്ക് കീപ്പ് ചെയ്ത് പോകാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് ഈ ദിവസത്തിൽ നമ്മൾ ടാസ്ക് ആയിട്ട് ഇവിടെ നമ്മൾ എങ്ങനെ അസൈൻ ചെയ്തിരിക്കും, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണം, അത് എന്ത് ടാസ്കിൽ കൂടി ചെയ്യാമെന്നുള്ള കാര്യമാണ് ഈ റിവിഷൻ പ്ലസ് മോക്ക് ടെസ്റ്റ് ഫേസ് 3ൽ പറയുന്നത്. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ റിവിഷൻ എങ്ങനെ ചെയ്യാം, ഷോർട്ട് നോട്ട്സിൻ്റെ റിവ്യൂ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഡേ 46 to 48. ഇനി ഡേ 49 to 50ലേക്ക് എത്തുമ്പോൾ എന്താണ്, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൻ്റെ റിവിഷനാണ്. എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ ഫൗണ്ടേഷനിൽ ബേസിക് നോക്കി, ബാക്കി പോർഷൻസ് ഫേസ് 2ൽ നോക്കി, അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള കംപ്ലീറ്റ് എൻവയോൺമെൻറ്റൽ ഡിവിഷനാണ് ഈ 49 to 51 നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് സോൾവ് പ്രീവിയസ് PSC ആൻഡ് AE പേപ്പേഴ്സ്. അപ്പോൾ നമുക്ക് ഓൾറെഡി PCBന് തന്നെ മുന്നേ നടന്ന എക്സാം പേപ്പേഴ്സ് കാണും, മറ്റ് കേരള PSC AE എക്സാമിൻ്റെ എൻവയോൺമെൻറ്റൽ ക്വസ്റ്റ്യൻസ് കാണും. അതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു PYQ ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചിട്ട് എൻവയോൺമെൻറ്റൽ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. ആ രീതിയിൽ നിങ്ങൾക്ക് എൻവയോൺമെൻറ്റിനെ നല്ല രീതിയിലൊന്ന് റിവൈസ് ചെയ്ത് റിവ്യൂ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഡേ 52 to 54 നമ്മൾ കെമിക്കൽ ആൻഡ് പ്രോസസ് എഞ്ചിനീയറിംഗിൻ്റെ റിവിഷനാണ്. നമ്മൾ കെമിക്കലും അതേപോലെ പ്രോസസ് എഞ്ചിനീയറിംഗിൻ്റെയും എല്ലാം നമ്മൾ സബ്ജക്ട്സ് കവർ ചെയ്തിട്ടുണ്ട്, ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്.
അത് വെച്ചിട്ടുള്ള കംപ്ലീറ്റ് കെമിക്കലിൻ്റെ റിവിഷനാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെ ഈ നമുക്ക് ഫോർമുല ഷീറ്റും ന്യൂമറിക്കൽ ടെസ്റ്റും ടാസ്ക്കായിട്ട് യൂസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു നമ്മൾ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ന്യൂമറിക്കൽ ഫോർമുലാസ് എല്ലാം വെച്ചിട്ടുണ്ട്. അതെല്ലാം ലിങ്ക് ചെയ്ത് യൂസ് ചെയ്ത് വേണം നമ്മൾ ഈ ഡേയ്സ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട്. പിന്നെ ഡേ 55 to 56 നമ്മൾ എന്താണ് മോക്ക് ടെസ്റ്റ് 1 ആൻഡ് അനാലിസിസ് ആണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മോക്ക് ടെസ്റ്റ് 1 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കംപ്ലീറ്റ് ആണ്. കംപ്ലീറ്റ് ഈ പഠിച്ച എല്ലാ പോർഷൻസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള എക്സാം ഹോളിൽ എങ്ങനെ ഫേസ് ചെയ്യുന്നു അതുപോലെ വേണം ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട്. പ്ലസ് അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരോടും നമ്മൾ പറയുമ്പോൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ ഒരു 5-6 മോക്ക് ടെസ്റ്റ് ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതത്ര എഫക്റ്റീവ് ആയില്ല. എന്തുകൊണ്ടായിരിക്കും എഫക്റ്റീവ് ആകാത്തത്? മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് എഫക്റ്റീവ് ആകത്തില്ല. അതിൻ്റെ എന്തുകൂടി ചെയ്യണം? അനാലിസിസ് എന്ന് പറയുന്ന പാർട്ട്. അതായത് നിങ്ങൾ ആ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞ് അതിൻ്റെ ആൻസേഴ്സ് എല്ലാം നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് എവിടെയാണ് തെറ്റിപ്പോയത് അത് അനലൈസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ആ ഏരിയ നിങ്ങൾക്ക് ഒന്നും കൂടി റിവൈസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ അത് അനലൈസ് ചെയ്യാതെ എക്സാം ഹോളിലേക്ക് പോകുമ്പോൾ ഇതേ തെറ്റ് അവിടെ ആവർത്തിക്കപ്പെടും. അപ്പോൾ നിങ്ങൾ ഉറപ്പായും നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ട് അത് അനലൈസ് ചെയ്യുക. എന്തിനാണ്? നിങ്ങളുടെ വീക്ക് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങളുടെ പ്രിപ്പറേഷൻ ബൂസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു അനാലിസിസ് എന്നുള്ള സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞത്. ഇനി ലാസ്റ്റ് എന്താണ്? നമ്മൾ ലാസ്റ്റ് ഒരു സെറ്റിലേക്ക് എത്തുവാണ്. ഡേ 57 to 58 നമ്മൾ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? മോക്ക് ടെസ്റ്റ് 2 ടോപ്പിക് ബ്രഷപ്പ് ആണ്. ഇവിടെ നമ്മൾ ടാർഗറ്റ് വീക്ക് മൊഡ്യൂൾസ്. അപ്പോൾ നമ്മളിപ്പം രണ്ടാമത്തെ മോക്ക് ടെസ്റ്റിലേക്ക് എത്തി നിൽക്കുകയാണ്. അവിടെ നമ്മൾ എന്താണ് ടോപ്പിക് ബ്രഷപ്പ്. ഇവിടെ എന്താ ടോപ്പിക് ബ്രഷപ്പ് എന്നൊക്കെ പറയുന്നത് നമുക്ക് എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും? അത് അനാലിസിസ് എന്താണ് നമ്മൾ നോക്കി. ഇപ്പം നിങ്ങൾ മോക്ക് ടെസ്റ്റ് 2 ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ക്വസ്റ്റ്യൻ കാണും, 4 ഓപ്ഷൻസ് കാണും അല്ലേ? അതിലൊരെണ്ണം ആൻസർ കാണും. ആൻസർ അല്ലാതെ നിൽക്കുന്ന 3 ഓപ്ഷൻസ് കാണത്തില്ലേ? അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി പോവുക. അപ്പം നമ്മൾ ആ ഏരിയയിലെ തന്നെ ബാക്കി ടോപ്പിക്സും കൂടി ഒന്നും കൂടി അനലൈസ് ചെയ്ത് ബ്രഷപ്പ് ചെയ്ത് ആ ഏരിയാസും കൂടെ പഠിച്ചു പോവുകയാണ്. അപ്പോൾ മോക്ക് ടെസ്റ്റ് നമ്മൾ കണ്ടില്ലേ പല രീതിയിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ടോപ്പിക്സ്, പഴയ ടോപ്പിക്സ് ബ്രഷപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് തന്നെ നമ്മുടെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ആ രീതിയിൽ നിങ്ങൾ ഏത് മോക്ക് ടെസ്റ്റ് ആണോ നിങ്ങൾ അതിനൊരു ടാസ്ക് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്തു പോയാൽ കുറച്ചും കൂടി മോക്ക് ടെസ്റ്റ് എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഡേ 59 എന്താണ്? ഫുൾ സിലബസ് റിവിഷൻ പ്ലസ് ക്വിക്ക് MCQs. അപ്പോൾ മോക്ക് ടെസ്റ്റ് 2 വരെ നമ്മൾ കഴിഞ്ഞു. നമ്മുടെ വീക്ക് ഏരിയാസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുകയാണ്. അപ്പം സെക്കൻഡ് ലാസ്റ്റ് ഡേയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഫുൾ സിലബസ് റിവിഷനാണ്. സിലബസിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, എന്തൊക്കെ ഏരിയാസ് കവർ ചെയ്തോ അതെല്ലാം നമ്മുടെ ഷോർട്ട് നോട്ട്സ് യൂസ് ചെയ്ത് റിവൈസ് ചെയ്യുക. പ്ലസ് ക്വിക്ക് MCQs. നേരത്തെ പറഞ്ഞ പോലെ തന്നെ MCQs പ്രാക്ടീസ് ചെയ്യാം. പക്ഷേ ക്വിക്കായിട്ട് നമ്മൾ നേരത്തെ മാത്സിന് ഒരു ഡ്രിൽ ചെയ്തില്ല. അപ്പോൾ അതുപോലെ ക്വിക്കായിട്ട് MCQs സോൾവ് ചെയ്ത് അത് നിങ്ങൾക്ക് ഒരു ഗെയിം പോലെയൊക്കെ ചെയ്ത് നോക്കാം. കാരണം ഈ ലാസ്റ്റ് സ്റ്റേജിൽ കുറച്ച് മൈൻഡൊക്കെ റിലാക്സ് ആയി ഫ്രീ ആയി ഇരിക്കുന്നത് തന്നെയാണ് എപ്പോഴും എക്സാമിന് നല്ലൊരു റിസൾട്ട് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു ടാസ്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഗെയിം പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ നിങ്ങൾക്ക് ഈ ക്വിക്ക് MCQ പ്രാക്ടീസ് ചെയ്യാം. അത് നമ്മൾ എന്താണ് ടൈംഡ് പ്രാക്ടീസ്. ഇവിടെ ഉദ്ദേശിക്കുന്ന ടൈം മാനേജ്മെൻ്റ് ആണ്. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ നോർമലി നിങ്ങൾക്ക് ഒരു MCQ ക്വസ്റ്റ്യൻ എക്സാമിന് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിയാം എത്ര സമയമാണ് നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്ത് കിട്ടുന്നതെന്നെല്ലാം നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ ഈ ക്വിക്ക് MCQ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് അവിടെ ചെന്നിരിക്കുമ്പോൾ ടൈം മാനേജ് ചെയ്യാം. ഒരു MCQ ക്വസ്റ്റ്യന് നിങ്ങൾ കുറച്ചും കൂടി ടൈം സേവ് ചെയ്താൽ അത് നിങ്ങളുടെ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യന് വേണ്ടി നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പോവാം. ഇനി ലാസ്റ്റ് ഡേ നമ്മൾ ഡേ 60 എന്താണ്? ഫൈനൽ ഫുൾ ലെങ്ത് മോക്ക് പ്ലസ് റിഫ്ലക്ഷൻ. ഇവിടെ എന്താണ്? സ്ട്രാറ്റജി ഫോർ എക്സാം ഡേ ആണ്. അതായത് ഈ ഡേ 60 കഴിഞ്ഞാൽ നിങ്ങൾ ഇനി എക്സാം ഹോളിലേക്കാണ് അടുത്ത ദിവസമായിട്ട് എക്സാം ഹോളിലേക്ക് പോകാനായിട്ട് റെഡി ആയാണ് നമ്മൾ ഈ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് നിങ്ങൾ ഫൈനൽ, അതായത് ഫുൾ ലെങ്ത് മോക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് കറക്റ്റ് ഒരു എക്സാം അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് ആ ടൈം മാനേജ് ചെയ്തുകൊണ്ട് എക്സാമിന് എന്തൊക്കെ കാര്യങ്ങൾ മാറ്റി വെക്കണോ അതെല്ലാം മാറ്റി വെച്ച് എക്സാം ഹോൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് നോക്കുക. ഇവിടെ ഈ റിഫ്ലക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്താണോ നമ്മൾ ആ ടെസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നമുക്കൊരു സെൽഫ് അസസ്മെൻ്റ് ആണ്. അപ്പോൾ ആ റിഫ്ലക്ഷൻ നിങ്ങൾക്ക് ഒരിക്കലും ഒരു നെഗറ്റീവായിട്ട് മാറാൻ പാടില്ല. കാരണം അവിടെ ഒരു തെറ്റ് സംഭവിച്ചാലും എന്തെങ്കിലും നിങ്ങൾ അടുത്ത ദിവസം എഴുതാൻ പോകുന്ന എക്സാമിനെ ബാധിക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്
ഉദ്ദേശിക്കുന്നത് അവസാനം കിടന്ന് നിങ്ങൾ ഒരു ഓട്ടം ഓടാതെ നിങ്ങൾ തന്നെ നിങ്ങൾ അനലൈസ് ചെയ്യാനാണ്. അതായത് നിങ്ങൾക്ക് എങ്ങനെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം, എങ്ങനെ നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആക്കി റിലാക്സ് ആക്കി ഒരു എക്സാമിനെ നേരിടാം, അതെല്ലാം ചെയ്യേണ്ട ഒരു ദിവസമാണിത്. ഇവിടെ നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു സെൽഫ് ഇവാലുവേഷൻ ചെയ്യാം. പിന്നെ നിങ്ങൾ ഈ ഒരു പോർഷൻസിലേക്കൊക്കെ തിരിഞ്ഞു പോയി അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ മോട്ടിവേഷൻ ബിൽഡപ്പ് ചെയ്യാനായിട്ടുള്ളൊരു ഡേ ആക്കി നിങ്ങളത് വെക്കുക. കാരണം നമ്മൾ ഇത്രയും ദിവസം ഇപ്പോൾ ഈ 60 ഡേയ്സ് ആണെങ്കിൽ അത് സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ചത് ഒരു റിസൾട്ടിന് വേണ്ടിയാണ്. അപ്പോൾ ആ റിസൾട്ടിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ ഫൈനൽ ഡേ എന്ന് പറയുന്നത് നിങ്ങൾ വളരെ കാമായിട്ട് കമ്പോസ്ഡ് ആയിട്ട് നിങ്ങൾ ഇൻ കേസ് നിങ്ങൾക്ക് റിവിഷനോ റിവ്യൂ ചെയ്യണമെങ്കിലും ആ രീതിയിൽ വേണം ചെയ്യാൻ. അയ്യോ അത് തെറ്റിപ്പോയി ഇത് തെറ്റിപ്പോയി ഇനി എങ്ങനെ ഇത് കവർ ചെയ്യും, ഇതേ അവസ്ഥ എക്സാമിന് വരോ, ആ മൈൻഡ് സെറ്റ് വരാൻ പാടില്ല. വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടിരുന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പോർഷൻ ഒന്നും കൂടി ഒന്ന് റിവ്യൂ ചെയ്യാം. പ്ലസ് നിങ്ങളുടെ കോൺഫിഡൻസ് എല്ലാം ബിൽഡ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് ഒരു എക്സാം ഹോളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് എടുക്കേണ്ട ദിവസമായിട്ട് ഈ ഡേ 60 കാണുക. നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ആ ഒരു ഈ ഇത്രയും ദിവസം യൂട്ടിലൈസ് ചെയ്ത് നേടിയ നോളജ് ബെനിഫിഷ്യൽ ആക്കാനായിട്ട് നോക്കുക. അതാണ് ഈ ഡേ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ കിട്ടിക്കാണും. അപ്പോൾ ഇപ്പം ഇതെല്ലാം കണ്ടിട്ടും എങ്ങനെ ഒരു ദിവസം ഇത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ദിവസം ഇത് പ്ലാൻ ചെയ്യാമെന്നുള്ള ഐഡിയ ഇല്ലാതിരിക്കുന്ന കുറച്ച് ആൾക്കാർ മേ ബി കാണും. അവർ ചോദിക്കാറുണ്ട് ഈ സ്ട്രക്ചേർഡ് സ്റ്റഡി പ്ലാനൊക്കെ ഓക്കെ, പക്ഷേ എങ്ങനെ ഒരു ദിവസം ഇത് യൂട്ടിലൈസ് ചെയ്യാം അല്ലെങ്കിൽ ഇതെങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാമെന്നുള്ള ഡൗട്ട് കാണും. അപ്പോൾ അവർക്കായിട്ട് നമ്മളൊരു ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഇത് ഒന്ന് ടൈം ടേബിൾ പോലെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ എണീക്കുന്ന ടൈമും നിങ്ങൾ ഉറങ്ങുന്ന ടൈമും ഒക്കെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഒന്ന് അറേഞ്ച് ചെയ്യാം. പക്ഷേ അപ്പോഴും ഞാൻ പറയുവാണ്, ഉറങ്ങേണ്ട ടൈം ഉറങ്ങുക തന്നെ വേണം. കാരണം കുറച്ച് മൈൻഡ് റിലാക്സ് ആയി വേണം നിങ്ങൾ പഠിച്ചു പോകാൻ. അല്ലാതെ ലാസ്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വരാൻ പാടില്ല. ആ രീതിയിൽ നിങ്ങൾ ടൈം മാനേജ് ചെയ്ത് തന്നെ നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു മോർണിംഗ് ഇപ്പോൾ ഒരു 6 മണിക്കൊക്കെ എണീച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 7 to 9 ആണ് ആദ്യത്തെ സ്ലോട്ട് നമ്മൾ ഇട്ടിരിക്കുന്നത്. അത് നമ്മൾ മാത്തമാറ്റിക്സിൻ്റെ വർക്കൗട്ട്, അതായത് പ്രോബ്ലം പ്രാക്ടീസ് ആണ്. കാരണം നമ്മൾ ഫ്രഷ് മൈൻഡോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ അത് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം 7 to 9 അത് ചെയ്തു. ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് 10 to 1 നമ്മൾ എന്താണ് കോർ സബ്ജക്റ്റ്, എൻവയോൺമെൻറ്റലിൻ്റെ കെമിക്കലിൻ്റെ കോർ സബ്ജക്റ്റ് ആ ദിവസം ഏതാണോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് പഠിക്കുക. അതിനുശേഷം അടുത്ത ബ്രേക്ക് കഴിഞ്ഞിട്ട് 2 to 5 ടൈം പീരീഡിൽ സിവിൽ സബ്ജക്റ്റ്, അത് നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഏതാണോ. ഇപ്പോൾ സ്റ്റഡി പ്ലാനിൽ നമ്മൾ പറഞ്ഞിട്ടില്ലേ, സ്ട്രക്ചർ ആകാം, ജിയോ ടെക്നിക്കൽ ആകാം, അല്ലെങ്കിൽ സർവേ ആകാം. അത് ഓരോ റൊട്ടേഷൻ രീതിയിൽ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കും. ആ രീതിയിൽ ആ ടൈം യൂട്ടിലൈസ് ചെയ്യുക. അതിനുശേഷം 6 to 8 PM എന്നുള്ള ടൈം നിങ്ങൾക്ക് MCQ അതേപോലെ തന്നെ ആ ദിവസം പഠിച്ച കാര്യങ്ങൾ ഷോർട്ടായിട്ടൊന്ന് അല്ലെങ്കിൽ ഒന്ന് വായിച്ച് നോക്കി റിവൈസ് ഒക്കെ ചെയ്യാനായിട്ടുള്ള ടൈമായിട്ട് എടുക്കാം. ലാസ്റ്റ് 15 മിനിറ്റ്സ്, അതായത് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഒരു 15 മിനിറ്റ് സമ്മറി, ഇതുവരെ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്ത് മാത്രം നോക്കുക. എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു, അതിൻ്റെ ഫോർമുല അങ്ങനെയാണോ ഇങ്ങനെയാണോ യൂസ് ചെയ്യേണ്ട, ആ രീതിയിലൊന്ന് മെമ്മറൈസ് ചെയ്ത് നോക്കുക. അതേപോലെ നോട്ട്സ് അപ്ഡേറ്റ് ചെയ്യുക എന്ന് മീൻസ് എന്താണ്, ഒന്നുകിൽ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് പോലെ അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചിരുന്ന ഷോർട്ട് നോട്ട്സ് ഒന്ന് വായിച്ച് നോക്കുക. ആ രീതിയിൽ കിടക്കുന്നതിന് മുന്നേ ഒരു സമ്മറൈസ് സ്റ്റേജ് ആയിട്ടാണ് ലാസ്റ്റ് ഒരു കുറച്ച് 15 മിനിറ്റ്സ് നിങ്ങൾക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ഉറങ്ങാം. പിറ്റേ ദിവസം എണീച്ചിട്ട് ഇതേപോലെ നിങ്ങൾക്ക് സ്കെഡ്യൂൾ ഫോളോ ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ എക്സാമ്പിളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം സ്കെഡ്യൂൾ അനുസരിച്ച് നിങ്ങൾക്ക് ഇത് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി. ഇനി പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെയാണ്. കാരണം നമ്മൾ ഈ പറഞ്ഞു ലാസ്റ്റ് സ്റ്റേജിലാണ് പഠിക്കുന്നതല്ലേ, അപ്പം കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ യൂസ് ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ ബോറടിക്കാതെ ഈ ടൈം മാനേജ് ചെയ്ത് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യമേ പറഞ്ഞിരിക്കുന്ന മെയിൻറ്റെയിൻ 3 നോട്ട്ബുക്സ് എന്നാണ് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ സെപ്പറേറ്റ് നോട്ട്സ് ഒക്കെ വെക്കാൻ പറയുമ്പോൾ എപ്പോഴും സ്റ്റുഡൻസ് പറയാറുണ്ട് അതിൻ്റെ ഒരു ആവശ്യമുണ്ട്, എല്ലാം കൂടെ മിക്സ് ചെയ്ത് പോരെ. അല്ല, നമ്മൾ ഈ സെപ്പറേറ്റ് ആയിട്ട് നോട്ട്സ് വെക്കുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ലാസ്റ്റ് സ്റ്റേജിലാണ്. നമ്മൾ തുടക്കത്തിൽ നമുക്ക് അങ്ങനെയൊക്കെ തോന്നും, പക്ഷേ ലാസ്റ്റ് സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇത് ഓരോന്നും സ്പെസിഫൈ ചെയ്ത് ഓരോ ഏരിയാസ് അല്ലെങ്കിൽ ഓരോ ബുക്ക് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നെന്ന് തോന്നും. അപ്പോൾ അത് തുടക്കത്തിലേ തന്നെ അത് മനസ്സിലാക്കി ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് റിവിഷൻ പ്രോസസ്സ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഒന്ന് സിവിൽ കോർ പോർഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുക, ഷോർട്ട് നോട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട്. രണ്ടാമത്തത് എൻവയോൺമെൻറ്റൽ കെമിക്കൽ കോർ ഏരിയാസ് എല്ലാം അതിലെ പോർഷൻസും ഷോർട്ട് നോട്ട്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട്. ലാസ്റ്റ് എന്ന് വെച്ചാൽ മാത്സിൻ്റെ ഫോർമുലാസും ട്രിക്സ് എന്നൊക്കെ ഉദ്ദേശിക്കുന്ന മാത്സിൽ തന്നെ ചില ക്വസ്റ്റ്യൻസിൽ നമ്മൾ പറയത്തില്ലേ ചില കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ആ കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ 1 സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. അങ്ങനത്തെ ട്രിക്സ് ഒക്കെ കാണും. അതൊക്കെ ഈ ഫോർമുലാസിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സിൽ നിന്ന് അത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് വളരെ പാടായിരിക്കും. അപ്പോൾ ആ രീതിയിലൊന്ന് ചെയ്തു പോവുക. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, വീക്കിലി മിനി ടെസ്റ്റ് ഓൺ സൺഡേസ്. അപ്പോൾ എല്ലാ സൺഡേയ്സും ആവണമെന്നില്ല, നിങ്ങളൊരു ഡേ ഫിക്സ് ചെയ്യുക. കുറച്ച് ദിവസത്തെ സ്റ്റഡി കഴിഞ്ഞിട്ട് ഒരു ഡേ ഫിക്സ് ചെയ്യുക. ആ ദിവസം എന്താണ് 20 MCQs ഈച്ച് ഫ്രം 3 modules.
മൊഡ്യൂൾസ്, നമ്മൾ ഈ നോക്കിയ 3 മൊഡ്യൂൾസിൽ നിന്നും MCQ ക്വസ്റ്റ്യൻസ്, ഒരു 20 MCQ ക്വസ്റ്റ്യൻസ് വെച്ച് എല്ലാ സൺഡേയ്സും അല്ലെങ്കിൽ ഒരു ഡേ ഫിക്സ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. ഇതൊക്കെ കുറച്ച് ടിപ്സാണ് കേട്ടോ, കാരണം നിങ്ങളുടെ ഈ പ്രിപ്പറേഷൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി തരുന്ന ടിപ്സാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു പ്ലാൻ കാണും, അത് ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ കണ്ടാൽ മതി. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ യൂസ് കേരള PSC AV പ്രീവിയസ് പേപ്പേഴ്സ് ആൻഡ് ഗേറ്റ് സിവിൽ എൻവയോൺമെൻറ്റൽ സെറ്റ്സ് ഫോർ അപ്ലൈഡ് പ്രാക്ടീസ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കേരള PSC AEൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. ഗേറ്റിൻ്റെ സിവിൽ എൻവയോൺമെൻറ്റൽ സെറ്റ്സ് പ്രാക്ടീസിന്, അതായത് പ്രോബ്ലംസ് ആയിക്കോട്ടെ, 1 മാർക്ക് നമ്മുടെ MCQ ക്വസ്റ്റ്യൻസ് ഇല്ല ഗേറ്റിലെല്ലാം, ഇതെല്ലാം ഇപ്പോൾ ചോദിച്ച് വരാറുണ്ട്. കാരണം കുറച്ചും കൂടെ ടഫ് ലെവലിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇതൊക്കെ വരാറുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് മേ ബി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ ഗേറ്റിൻ്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻസും ഗേറ്റിൻ്റെ എൻവയോൺമെൻറ്റൽ ക്വസ്റ്റ്യൻസ്, കുറച്ച് സിമ്പിൾ പ്രോബ്ലംസ്, അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. ഇതൊക്കെ ടിപ്സാണ് കേട്ടോ, നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങളുടെ റാങ്ക് ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള ടിപ്സ്. പിന്നെ പ്രയോറിറ്റൈസ് മൊഡ്യൂൾ 4 and 5. ഇത് ആദ്യമേ തുടക്കത്തിലേ പറഞ്ഞതാണ്. മൊഡ്യൂൾ 4ഉം 5ഉം കൂടി ഇൻ ടോട്ടൽ 60 മാർക്കാണ് നമുക്ക് കിട്ടുന്നത്. അത് അത്ര നിസ്സാരമായിട്ടുള്ളൊരു മാർക്കല്ലെന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഏകദേശം 50-ൽ കൂടുതൽ പോർഷൻ നിങ്ങൾക്ക് കിട്ടുവാണ്, ഇത്ര പോർഷൻ പഠിച്ചാൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടുവാണ്. അപ്പം അത് എപ്പോഴും ഓർത്തിരിക്കുക. PCB Aക്ക് ഈ 4th ഉം 5th ഉം മൊഡ്യൂളിൽ ഈ 60 മാർക്ക്, ആ 60 മാർക്കും നിങ്ങൾ ഒപ്പിക്കാനായിട്ട് തന്നെ നോക്കുക. അപ്പോൾ ആ ഏരിയാസിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് നോക്കുക. അപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. ഒരു 60 ഡേയ്സ് കൊണ്ട് നമുക്ക് എങ്ങനെ PCBൻ്റെ പോർഷൻസ് എല്ലാം, കംപ്ലീറ്റ് പോർഷൻസ് ആണ്, സിവിൽ മാത്രമല്ല കെമിക്കലും മാത്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് കവർ ചെയ്യാൻ നമ്മൾ ഒരു അത്യാവശ്യം സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നിങ്ങൾ ഇത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇപ്പം ഈ സ്റ്റഡി പ്ലാൻ വെച്ച് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് പോകാം. പക്ഷേ എപ്പോഴും ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും വേണ്ടത് ഒരു ഗൈഡൻസ് ആണല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പോർഷൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഡൗട്ട് വന്നാൽ നോക്കാനായിട്ടൊരു റെക്കോർഡഡ് ക്ലാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഫാക്കൽറ്റീൻ്റെ ഗൈഡൻസ് കിട്ടുന്ന ഒരു ക്ലാസ്, അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ സ്റ്റഡി പ്ലാനിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് ടെസ്റ്റിൻ്റെ കാര്യങ്ങളല്ലേ, ടെസ്റ്റ് 1, ടെസ്റ്റ് 2, ടെസ്റ്റ് 3. അപ്പം അതൊക്കെ ഇപ്പോൾ ഓരോ ടോപ്പിക്സ് കഴിയുമ്പോഴും നമുക്ക് അതിൻ്റെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ട കേസ് വരുമ്പോൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ കിട്ടിയാൽ മാത്രം നമുക്ക് ഈ സ്റ്റഡി പ്ലാൻ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം അല്ലേ. അപ്പം നമ്മുടെ സിവിലിയൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ ഹരിത ബാച്ച് എന്ന് പറയുന്നത് നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് AE എക്സാമിന് വേണ്ടി മാത്രം നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് ഉണ്ട്, PCB സിലബസ് ബേസ് ആയിട്ടുള്ള എക്സ്ട്രാ വരുന്ന എൻവയോൺമെൻറ്റൽ ടോപ്പിക്സ് ഉണ്ട്, കെമിക്കൽ ടോപ്പിക്സ് ഉണ്ട്, പ്ലസ് നമ്മുടെ മാത്തമാറ്റിക്സ് പോർഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഹരിത ബണ്ടിൽ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ ഈ കോഴ്സ് എടുത്താലുള്ള നിങ്ങളുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ ഏതാണോ ഒരു പോർഷൻ എടുക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ പോർഷനിലെ ടെസ്റ്റ് 1 അല്ലെങ്കിൽ ടെസ്റ്റ് 2 ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം. അപ്പോൾ നിങ്ങളൊരു PYQ ക്വസ്റ്റ്യൻ എടുത്ത് അല്ലെങ്കിൽ വേറെ ഗൈഡിൽ നിന്നൊക്കെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തൊരു ടെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് ആ ടോപ്പിക്കിൻ്റെ താഴെ തന്നെ അതൊരു എക്സാം പോലെ ചെയ്യാൻ പറ്റിയാലോ അത് വളരെ ബെനിഫിറ്റ് അല്ലേ. നിങ്ങൾക്ക് ആ പോർഷൻസ് എല്ലാം ഓരോ ടോപ്പിക്കിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാനും അസസ് ചെയ്ത് പോകാനും പറ്റും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് അസസ്മെൻറ്റ് ടെസ്റ്റ് എല്ലാം ഓരോ സെക്ഷനിലും ഓരോ ടോപ്പിക്ക് കഴിഞ്ഞും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഹരിത ബണ്ടിൽ കോഴ്സിൽ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഗൈഡൻസോട് കൂടി ഈ സ്റ്റഡി പ്ലാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാം. നമ്പറെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. അപ്പം എന്തൊക്കെയായാലും അത് വിത്ത് ഗൈഡൻസ് ആയിക്കോട്ടെ, സെൽഫ് സ്റ്റഡി ആയിക്കോട്ടെ, നല്ല രീതിയിൽ ഈ 60 ദിവസം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ ഫോക്കസ്ഡ് ആയി, ഡിറ്റർമിനൻ്റ് ആയി, വിത്ത് കോൺഫിഡൻസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കുക. അപ്പം എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നല്ല രീതിയിൽ തന്നെ ജനുവരി 19 വരുന്ന എക്സാം എഴുതാൻ എല്ലാവർക്കും പറ്റട്ടെ. താങ്ക് യു.